ഒന്ന് കേൾക്കൂ. ആദ്യം ഒന്ന് ഫ്രാൻസിസ് ജോർജ് MP പറയട്ടെ, അതിനുശേഷം ഞാൻ ഇല്ല, അതിനുശേഷം രാജു പി നായരിലേക്ക് പോകും. താങ്കൾ ക്ഷമയോടെ കേൾക്കൂ. JR ബജറ്റിൽ മറുപടിയില്ല എങ്കിലും ചക്രവ്യൂഹത്തിന് മറുപടിയില്ല എങ്കിലും ഒരു ഗ്ലാസ് വെള്ളവുമായി താങ്കൾ ഇപ്പോൾ സ്കോർ ചെയ്ത് നിൽക്കുകയാണല്ലോ. ഇനി കേൾക്കുന്നേ, ഒന്ന് കേൾക്കൂ, ഒന്ന് കേൾക്കൂ. ശ്രീ ഫ്രാൻസിസ് ജോർജ് പറയൂ. നിങ്ങളുടെ അഭിപ്രായം തെറ്റാണ്. ശ്രീ ഫ്രാൻസിസ് ജോർജ് പറയൂ. എനിക്ക് ഇടവേളയ്ക്ക് പോകട്ടെ. ഫ്രാൻസിസ് ജോർജ് ഒരു സൗമ്യനായ ജനപ്രതിനിധിയാണ്. താങ്കളൊന്ന് കേൾക്കൂ. ശ്രീ ഫ്രാൻസിസ് ജോർജ് പറയൂ. ഇവിടെ പറഞ്ഞത് പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗ സമയത്ത് വീട്ടിൽ ഹലുവ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോയിൽ ഒരു ദളിത് ആള് പുറകെ നിന്ന് പോയി, അവരെ ഫ്രണ്ടിൽ നിർത്തിയില്ല എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതായിട്ട് വളരെ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഒരു സീനിയറായിട്ടുള്ള ദളിത് കാണിച്ചു പറഞ്ഞു വിട്ട ആളാണ് പ്രതിപക്ഷ പ്രയോഗം. അതിന്റെ വീതം കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ബജറ്റ് ഉണ്ടാക്കാൻ സഹായിച്ച, അത് ഹൽവ ഉണ്ടാക്കുന്ന പടമല്ല കേട്ടോ, അതാണ് പറഞ്ഞത്. അത് ധനമന്ത്രിയും ധനമന്ത്രിക്കൊപ്പം ബജറ്റ് തയ്യാറാക്കാൻ സഹായിച്ച 20 പേരും അതിലുള്ള പിന്നാക്കക്കാരുടെ പ്രാതിനിധ്യം എത്ര എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പിന്നാക്കക്കാർക്ക് എന്താണ് ഈ ബജറ്റിൽ നീക്കിവെച്ചത് എന്നാണ് രാഹുൽ പറയാൻ ശ്രമിച്ചത്. അത് താങ്കൾക്ക് ആ രൂപത്തിൽ മനസ്സിലായില്ല. ഒന്ന് കേൾക്കൂ JR പ്ലീസ്. ഫ്രാൻസിസ് ജോർജ് പറയൂ. അല്ല ഇല്ലല്ല, നിങ്ങൾ ഇവിടെ ഒന്ന് കേൾക്കുന്നേ. കിരൺ റിജിജുവിനെ പോലെ പെരുമാറരുത്. സഭയിൽ പാർലമെന്റിൽ കിരൺ റിജിജു ചെയ്ത പോലെ പെരുമാറരുത്. ഞങ്ങൾ ചർച്ചയിൽ നിന്ന് പിന്മാറുകയാണ്. അല്ല, നിങ്ങൾ രാഹുൽ ഗാന്ധിയെ പോലെ നിങ്ങളും പെരുമാറരുത്. നിങ്ങൾ രാഹുൽ ഗാന്ധിയെ പോലെ പെരുമാറരുത് കോൺഗ്രസ്സുകാരോട് എങ്ങനെ പറയും? കിരൺ റിജിജു എന്ന് പറഞ്ഞാൽ അല്ലല്ല, പാർലമെന്റിലെ അല്ലല്ല, പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ എണീച്ചതിനെ പറ്റിയാണ് ഞാൻ ചോദിച്ചത്. ഒരു മിനിറ്റ് ശ്രീ JR. നിങ്ങൾ ഇന്ത്യയുടെ ഭരണാധികാരികളെ അപമാനിക്കരുത്. കിരൺ റിജിജു എങ്ങനെയാ പെരുമാറുന്നത്? അല്ല, നിങ്ങളുടെ ആങ്കർ പറയുന്ന കേട്ടില്ല, കിരൺ റിജിജുവിനെ പോലെ പെരുമാറുന്നത്. അങ്ങേക്ക് പറയാനുള്ളത് അങ്ങ് പറഞ്ഞല്ലോ. ആങ്കർ സംസാരിക്കുന്നത് പറയൂ. പറയാൻ സമ്മതിക്കട്ടെ. ഈ ഹൽവ ഉണ്ടാക്കുക എന്നുള്ളത് പരമ്പരാഗതമായിട്ടുള്ള ഒരു ചടങ്ങാണ്. ബജറ്റിൻ്റെ പ്രിപ്പറേഷൻ പൂർത്തിയായി കഴിഞ്ഞ് കഴിയുമ്പോൾ ധനമന്ത്രിയും ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അത് തയ്യാറാക്കാൻ സഹായിച്ച ഉദ്യോഗസ്ഥന്മാരും കൂടി അത് അവിടെ തന്നെ വളരെ രഹസ്യമായിട്ടാണ്, അവർ പുറത്താരും പോകുന്നില്ല. അവിടെ ഇതിങ്ങനെ എല്ലാ വർഷവും എല്ലാ ബജറ്റിനും മുന്നോടിയായിട്ടും ഇതിങ്ങനെ ഒരു ചടങ്ങുള്ളതാണ്. ശ്രീ രാഹുൽ ഗാന്ധി വളരെ ആലങ്കാരികമായിട്ടാണ് ഇത് പറഞ്ഞത്. ഇതിനകത്ത് ഈ ബജറ്റിൽ പാവപ്പെട്ടവർക്കും ദളിതർക്കും വേണ്ടിയിട്ടൊന്നുമുള്ള പ്രത്യേകമായ ഒരു പരിഗണനയുമില്ല എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ആലങ്കാരികമായ വിഷയം അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. അല്ലാതെ ആരെയും ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. ഇവിടെ ശ്രീ പത്മകുമാർ പറഞ്ഞു, അദാനിയുടെ കാര്യം പറയട്ടെ. അല്ല, ഫോട്ടോ എടുത്തപ്പോഴും ദളിതിനെ പുറത്തേക്ക് ശരിയാവില്ല. ബാക്കിയുള്ളവരെ കേൾക്കാൻ കൂടി താങ്കൾ തയ്യാറാവണം. താങ്കളുടെ പദവി താങ്കൾ എന്താണ് ഇങ്ങനെ പെരുമാറുന്നത്? ആ വിഷയം അത് വിടൂ. അത് അങ്ങനെ വെറുതെ വളച്ചൊടിക്കേണ്ട കാര്യമൊന്നുമില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു മോശം പ്രതികരണമാണല്ലോ, മോശം ആരോപണമാണല്ലോ ഉന്നയിച്ചപ്പോൾ കോൺഗ്രസ് മറുപടി പറയട്ടെ. രാജു പി നായർ പറയൂ. അല്ലല്ല, അതൊന്നും പ്രതികരണം പോലും അറിയിക്കുന്നില്ല സ്മൃതി. ഞാൻ പറഞ്ഞല്ലോ, രാജ്യത്തിന്റെ പ്രശ്നം ഈ സവർണ ഹിന്ദുത്വത്തിന്റെ കിണറിൽ നിന്ന് വെള്ളമെടുക്കാൻ അവകാശമില്ലാത്ത ദളിതരുടെ പ്രശ്നമാണ്. മനസ്സിലായില്ലേ? അതാണ് ഇവിടുത്തെ പ്രശ്നം. അല്ലാതെ JR പത്മകുമാർ ഈ ചർച്ചയിൽ മറുപടി ഇല്ലാത്തപ്പോ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതല്ല. അതിന്റെ ഒന്നും പുറകെ പോകാൻ യാതൊരു ഉദ്ദേശവും. ഞാൻ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് പറയട്ടെ. ഒന്ന്, അദ്ദേഹം അദാനി അംബാനിയും കോൺഗ്രസിന്റെ കാലത്തെ അദാനി അംബാനിയും ഉൾപ്പെടെയുള്ള കോർപ്പറേറ്റുകൾ മുഴുവൻ. JR പത്മകുമാർ, നിങ്ങൾ മര്യാദ കാണിക്കൂ. നിങ്ങൾ മര്യാദ കാണിക്കൂ. വെള്ളമെടുത്തതിന്റെ പേരിൽ തല്ലിക്കൊന്നിട്ടുള്ള ദളിതരുണ്ട്. പോയി അന്വേഷിച്ച് നോക്ക്.
മനസ്സിലായില്ലേ? അപ്പോ ഇവിടുത്തെ സാമ്പത്തിക അസമത്വമാണ് പ്രശ്നം. ഇവിടെ എന്താ ഞാൻ നേരത്തെ കേരളത്തിലാണല്ലോ സുഹൃത്തെ ഒരു ആദിവാസി ഇത് മര്യാദകേടാണ്. നിങ്ങൾ രാജ്യത്തെ കാര്യം ഉടനെ കേരളത്തിലേക്ക് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് പ്ലീസ്. കുറെ പറഞ്ഞല്ലോ, താങ്കളുടെ ന്യായം കുറെ വിശദീകരിച്ചല്ലോ. ഇനി അവർക്ക് കൂടി പറയാൻ അവസരം കൊടുക്കൂ. അവർക്ക് കൂടി പറയാൻ അവസരം കൊടുക്കൂ. കേരളം ഈ രാജ്യത്തിനകത്തുള്ള സ്ഥലമല്ലേ? സാമ്പത്തിക അസമത്വമാണ് പ്രശ്നം. ആ സാമ്പത്തിക അസമത്വം എങ്ങനെയാണ് ഈ രാജ്യം? ഞാൻ ചോദിക്കട്ടെ, റാഫേൽ ഡീലിൽ അനിൽ അംബാനിക്ക് എങ്ങനെയാണ് വിമാനം ഉണ്ടാക്കാനുള്ള കരാർ കൊടുത്തത്? റാഫേൽ ഡീൽ ഒരു പ്രതിരോധ കരാറിൽ മുൻപരിചയം വേണമെന്നുള്ള അനിൽ അംബാനിക്ക് വിമാനം ഉണ്ടാക്കാനുള്ള കരാർ കൊടുത്തില്ലേ? പേപ്പർ വിമാനം ഉണ്ടാക്കിയിട്ടുണ്ടോ? പേപ്പർ വിമാനം ഉണ്ടാക്കിയിട്ടില്ല. എങ്ങനെയാണ് തിരുവനന്തപുരം എയർപോർട്ട് അദാനിയുടെ കയ്യിലേക്ക് എത്തിയത്? അവിടെ നോക്കിയാൽ മതി. സ്മൃതി, ഞാൻ ചർച്ചയിൽ നിന്ന് മാറുകയാണ്. എനിക്ക് താല്പര്യമില്ല. ഒരു വാചകം പൂർത്തിയാക്കാൻ സമ്മതിക്കുന്നില്ല ജയ. ഇത് ശരിയല്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.